പിന്നെ കൂടാതെ ജൈവമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ പച്ചച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്. ഇത് നാനോ DAP ആണ്, ലിക്വിഡ് രൂപത്തിലുള്ളതാണ്. ഇത് ഒരു 4 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. 19 എന്ന് പറഞ്ഞ ഓൾ 90 എന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസറുണ്ട്. അത് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ല ഉത്തമമാണ്. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഓൾ 90 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിലാണ് സ്പ്രേ ചെയ്യാൻ നല്ലത്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെടികൾ മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു 5 ടിപ്സുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെടികൾ ചെറിയ കവറിൽ നിന്നൊക്കെ മാറ്റി വലിയ ചട്ടികളിലേക്കും അല്ലെങ്കിൽ കവറിലേക്കൊക്കെ മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നല്ല വളങ്ങൾ മണ്ണുമായിട്ട് ജൈവവളവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇതെല്ലാം മിക്സ് ചെയ്ത് ആ പോട്ടി മിശ്രിതത്തിലാണ് നമ്മൾ ചെടികൾ നടേണ്ടത്. അപ്പോൾ നമ്മൾ അത് നിറച്ച ആ മണ്ണിലേക്കാണ് നമ്മൾ തൈകൾ വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം, ഇതിൻ്റെയൊക്കെ നമ്മൾ മാറ്റി നട്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ പോട്ടി മിശ്രിതമൊക്കെ നിറച്ച് അതിലേക്ക് തൈ വെച്ച് കഴിയുമ്പോൾ അതിന് വളർച്ച കിട്ടും. അതുകൂടാണ്ട് നമ്മൾ അതുകൊണ്ട് മാത്രമായില്ല, അത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. വീണ്ടും നമുക്ക് വളർച്ച കിട്ടണമെങ്കിൽ നമ്മൾ ചെടി നട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ 19 എന്ന് പറഞ്ഞ ഓൾ 90 എന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസറുണ്ട്. അത് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ല ഉത്തമമാണ്. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഓൾ 90 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിലാണ് സ്പ്രേ ചെയ്യാൻ നല്ലത്. അപ്പോൾ ചെടിക്ക് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നല്ല വളർച്ചയെ നമ്മൾ ത്വരിതപ്പെടും. കൂടാതെ ഒരാഴ്ച നമ്മൾ ഓൾ 90 ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച നമുക്ക് വേണമെങ്കിൽ DAP ലിക്വിഡ് രൂപത്തിൽ വരുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഇത് നാനോ DAP ആണ്, ലിക്വിഡ് രൂപത്തിലുള്ളതാണ്. ഇത് ഒരു 4 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ മണ്ണിൽ കൊടുക്കുന്നതിന് പകരം പെട്ടെന്ന് വളർച്ച കിട്ടാൻ വേണ്ടി ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. ഇതാണ് ഓൾ 90 എന്ന് പറഞ്ഞ ഇതാണ് 19 എന്നുള്ള ബൂൺ ഹാർവെസ്റ്റ്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കൂടാതെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ SM സാൾട്ട് കുറച്ച് ഒന്നെങ്കിൽ അത് തരി രൂപത്തിൽ കിട്ടുന്നതാണ്, അത് ഇതിൻ്റെ ചെടിയുടെ ചുറ്റും വിട്ടുകൊടുത്ത് മണ്ണുമായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അതും നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കൂടാതെ ജൈവമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ പച്ചച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്. ഇത് വെള്ളത്തിൽ കുതിർത്ത് പുളിപ്പിക്കുക. ഒരു പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് 4-ാമത്തെ ദിവസം തൊട്ട് ഒഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ശരിയായ പുളിച്ച് കിട്ടും. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വേഗത്തിലുള്ള വളർച്ച ഇതിന് കിട്ടുന്നതാണ്. പിന്നെ തരി രൂപത്തിലുള്ള നമ്മൾ മറ്റു വളങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ നമ്മൾ സ്ലറി അത്യുത്തമമായ വളമാണ്. ചെടിക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ അതിന് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് രണ്ടാമത് വേണമെങ്കിൽ പൊട്ടാഷ് ചേർത്താൽ നല്ലതാണ്. പൊട്ടാഷ് ചേർത്താലും നമുക്ക് ചെടിക്ക് നല്ല വളർച്ച കിട്ടുന്നുണ്ട്. കായ് ഒക്കെ കിട്ടുന്ന ചെടികളാണെങ്കിൽ കായ്ഫലം കൂടും, പൂവൊഴിച്ചിൽ കുറയും, നല്ലതാണ്. അപ്പം നമ്മൾ ഇതൊക്കെയാണ് വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള വളപ്രയോഗങ്ങൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കീടബാധ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ രോഗങ്ങൾ വരുമ്പോൾ നമ്മളതിന് പ്രതിവിധികൾ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും നല്ലത് വരാതെ നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമുക്ക് ഈ ചെടികൾക്കൊക്കെ ബിഗ് ബോസ് ഒരു 3 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതും വൈകുന്നേരങ്ങളിലാണ് നല്ലത്. ഒരു 5 മണിക്ക് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രോഗമൊക്കെ വരാതിരിക്കും. പിന്നെ ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഓർഗാനിക് കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പം രോഗം വരാതെ നോക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. അപ്പോൾ ചെടികളെ നമ്മൾ ശരിയായ രീതിയിൽ സംരക്ഷിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ തന്നെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് രോഗങ്ങളൊന്നും വരത്തില്ല. അത് നല്ല വളർച്ച കിട്ടും. അതിൻ്റെ പരിചരണമാണ്. നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് ചെടികൾ നല്ല വളർച്ച കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മളിപ്പോൾ ഇതിനകത്തൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്, കണ്ടോ. നമ്മളിപ്പോൾ ജമന്തിയൊക്കെ നമ്മളിപ്പോൾ കവറിൽ മാറ്റി വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ അതിനകത്തെല്ലാം നല്ലോണം ജൈവവളമൊക്കെ ഇട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. വിങ്ക,
അതിന് ബോഗൺവില്ല ചെയ്തിട്ടുണ്ട്, ലെൻഡാന കണ്ടോ, ഇതൊക്കെ നിറയെ പൂക്കളുണ്ടാകുന്നതാണ്. ഇതൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഷെയ്ഡിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞങ്ങൾ മാറ്റി വെച്ച് അത്ര ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മളിത് കംപ്ലീറ്റ് നമ്മൾ വെയിലത്തേക്ക് വെക്കും. അപ്പോൾ നല്ല കുറച്ചുകൂടി കരുത്ത് കിട്ടും. ബോഗൺവില്ലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ, നമ്മളിതുപോലെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ടേബിൾ റോസൊക്കെ ഇങ്ങനെ വെച്ച് കണ്ടോ, ഇതിനൊക്കെ പൂവിൻ്റെ ഇതുണ്ട്, നല്ല കട്ട പൂവായിട്ട് നല്ല വലിപ്പമുള്ള പൂക്കളാണ്. അതൊക്കെ വരുന്നതിൻ്റെ കാരണം നമ്മൾ ഇതുപോലെ പരിചരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ ചെടി നല്ല രീതിയിൽ വരുന്നതാണ്, പൂക്കളുണ്ടാവും, നല്ല നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ ചെടി കൊണ്ട് വെച്ചിട്ട് വളമൊന്നും ചെയ്യാതെ, ചിലർ ചോദിക്കും നിങ്ങൾ നഴ്സറികളിലൊക്കെ നല്ലോണം വരുന്നുണ്ട്, ഞങ്ങൾ കൊണ്ട് വെച്ചാൽ ഇതൊന്നും വളസ കിട്ടുന്നില്ല, പൂവുണ്ടാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പരിചരണത്തിൻ്റെ കുറവാണ്. അത് ശരിയായ രീതിയിൽ പരിപാലിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെയാണ് നിങ്ങളോട് എനിക്കിന്ന് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഈ രീതിയിലേക്കാണ് ചെയ്യുന്നത്, അത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഇതിൻ്റെ താഴെ നമ്മൾ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റിൽ നമ്മൾ അറിയിക്കുക. വീണ്ടും കാണുന്നവരെ ബൈ.